കായംകുളത്ത് പട്ടാപ്പകൽ ഹമാസ് വേഷധാരികൾ ദേശീയപാതയിലൂടെ പ്രകടനം നടത്തിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ബിജെപി ജില്ലാ അധ്യക്ഷൻ എം.വി. ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഇനിയും കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വിഷയം കൊണ്ടുവരുമെന്നും ബിജെപി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കായംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ ബിജെപി ജില്ലാ അധ്യക്ഷൻ എം.വി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുകയാണെന്നും ദേശീയപാതയിലൂടെ ഹമാസ് വേഷം ധരിച്ച് പതാകയുമേന്തി വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്നും എം.വി. ഗോപകുമാർ പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിം സമൂഹം പോലും ആശങ്കയിലാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ അന്വേഷണം നടത്തണം. പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വിഷയം കൊണ്ടുവരും. നമുക്കറിയാം, കായംകുളം തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റുവാൻ വളരെ കാലമായി തീവ്രവാദ സംഘങ്ങൾ പരിശ്രമിക്കൂ. ഇവിടുത്തെ മുസ്ലിം സമൂഹം വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം നടത്താൻ അവർ തയ്യാറായിട്ടില്ല. പോലീസ് അനങ്ങുന്നില്ല എങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരും. ഇത് നടപടിയെടുക്കാതെ മിണ്ടാതിരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രക്ഷോഭമായി ബിജെപി മുന്നോട്ട് പോകും. കോളേജിലെ ആർട്സ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ നിരോധിത സംഘടനയായ ഹമാസിന്റെ വേഷം ധരിച്ചെത്തിയത്. പരിപാടിക്ക് ശേഷം ഹമാസിന്റെ വേഷവിധാനങ്ങളോടുകൂടി തന്നെ MSN കോളേജിന് മുന്നിൽ ദേശീയപാതയിലൂടെ പതാകയും വഹിച്ച് മുഖം വസ്ത്രം ഉപയോഗിച്ച് മറച്ച് പ്രതീകാത്മക തോക്കുകളുമേന്തിയായിരുന്നു പ്രകടനം. ഹമാസ് വേഷധാരികളുടെ പ്രകടനത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ്, ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം പാറയിൽ രാധാകൃഷ്ണൻ, ദക്ഷിണ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ്, മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സജീവ് തവക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, ആലപ്പുഴ.